അപ്പോഴേ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയോ? മൊജിറ്റോ. അതായത് നമ്മുടെ മറ്റേ വലിയ സ്റ്റാർ ഹോട്ടലിലൊക്കെ ഭയങ്കര വില കൊടുത്ത് നമ്മൾ മേടിച്ച് കുടിക്കുന്ന സാധനം ഉണ്ടല്ലോ, വളരെ ചെറിയ വിലയ്ക്ക് നമ്മുടെ വീട്ടിലുള്ള ചില സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മളൊരു 3 ടൈപ്പ് മൊജിറ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ അത് നാരങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ സാധനം എന്ന് പറയുന്നത് നാരങ്ങയാണ്. അപ്പോൾ ആദ്യം നമുക്ക് നാരങ്ങ നമുക്ക് കട്ട് ചെയ്യണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പോൾ നമ്മളിത് നമ്മുടെ മെയിൻ നാരങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നാരങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. തൊലി കളയരുത്. തൊലി കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു 5 സ്റ്റാർ എഫക്റ്റ് പോകും. അപ്പം നമ്മുടെ സാധാരണ നാടൻ എഫക്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് തൊലി കളയാതെ നല്ല മണം, അടിപൊളി നാരങ്ങ ഇങ്ങനെ എടുക്കുക. അടുത്ത ഒരു നാരങ്ങ എടുക്കുക. ഇത് നമ്മൾ ചെറിയ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. 5 സ്റ്റാർ ഹോട്ടൽ. അതിന് വേണ്ടിയാണ് ഈ സാധനം. അത് നമുക്ക് ഇപ്പം 3 എണ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം 3 എണ്ണത്തിനുള്ളത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതെ, അടിപൊളിയായിട്ട് മുറിച്ചെടുക്കണം. അപ്പം നമ്മൾ ബാക്കി മുറിച്ച് അതിൻ്റെ കൂടെ ഇട്ടു തരാം. അപ്പം നമുക്കതും യൂസ് ചെയ്യാമല്ലോ. മസാലല്ലോ, അത് നമ്മൾക്ക് ക്രഷ് അതിൻ്റെ കൂടെ ഇടാമല്ലോ. ഇത് നമുക്ക് കളയണ്ട, ഒന്നും നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. മിനിമം. അതെ, അടിപൊളി, നല്ല മുറിച്ച് അടിപൊളി. അപ്പം നമ്മൾ നാരങ്ങ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു നാരങ്ങയുടെ മുറിക്ക് പിഴിയാനായിട്ട് നമുക്കൊരു നാരങ്ങ കൂടെ വേണം. അത് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ആയുധം എടുക്കാം. അപ്പോൾ നമ്മളിത് ഗ്ലാസ്, അപ്പോൾ ഈ ഗ്ലാസിൻ്റെ അകത്തിട്ട് ആദ്യം ഒരു 3-4 പീസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് വിർജിൻ മൊജിറ്റോ ആണ്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് പുതിനയില ഇച്ചിരി കൂടുതൽ വേണം. ഇച്ചിരി കൂടുതൽ പുതിനയില നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സാധനം വെച്ചിട്ട് നമുക്ക് പതുക്കെ ഗ്ലാസ് പൊട്ടാത്ത രീതിയിൽ ഇടിച്ച് നമുക്ക് ഇതിനെ ഒന്ന് അടിപൊളിയാക്കി എടുക്കണം. അതുണ്ട ഇങ്ങനെ നീരൊക്കെ ഇറങ്ങി വരണം. നമ്മുടെ ആ പുതിനയുടെ ഗ്ലാസ് പൊട്ടരുത്. ഇച്ചിരി സാഹസികമായിട്ട് പുതിനയുടെ ടേസ്റ്റും അതെ നാരങ്ങയുടെ ടേസ്റ്റും ഇത് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുക, കുടിക്കുക. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് മധുരം പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ അത് നമുക്കൊരു 1/2 സ്പൂണ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തില്ല. നമുക്ക് മധുരം കൂടുതൽ വേണം, മധുരം എടുക്കാം. വലിയ മടിയാണ് ഒരു കാര്യം ചെയ്യാം, ചിലപ്പോൾ പരിപാടി ആയിരിക്കാം. അപ്പോൾ അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇടേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കറുത്ത ഉപ്പാണ്. ഇത് നമുക്ക് ഓപ്ഷനാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ അതൊരു നുള്ളു മതി, നമുക്ക് മതി. ഇനി നമുക്ക് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൂണിൻ്റെ ഇത് നമ്മുടെ പെപ്പർമിൻറ്റ് അല്ലെങ്കിൽ പോളോ ഇല്ലേ, പോളോ മിഠായി. ഏറ്റവും എളുപ്പം അതാണ് പോളോ മിഠായി. അപ്പോൾ അത് പൊടിച്ചതിൻ്റെ പൊടിയാണ്. അപ്പോൾ അത് നമുക്ക് ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് ഐസ് ഇടണം. അപ്പോൾ ഐസ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലായിരുന്നു, അടുത്ത് പോകുന്ന വെച്ച്. അപ്പോൾ ഞാൻ ഐസ് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ ഐസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഐസ് ഉണ്ടല്ലോ നമുക്ക് മറ്റേ ക്രഷ്ഡ് ഐസ് വേണം. അപ്പോൾ നല്ലപോലെ പൊട്ടിച്ച് വേണം നമുക്ക് ഇടാനായിട്ട്. പൊട്ടിച്ച ഐസ് അത് തന്നെ, ക്രഷ്ഡ്. നല്ല തെറിച്ചു പോകുന്നത്. ഫൈവ് സ്റ്റാർ സാധനങ്ങളൊക്കെ നമുക്ക് കുടിക്കണമെങ്കിൽ ഇച്ചിരി റിസ്ക് എടുക്കണം. അപ്പോൾ അത്ര ഐസ് മതി നമുക്ക്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് അരമുറി നാരങ്ങ കൂടെ അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് ഒഴിക്കുക. അടിപൊളി. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ഇത് കണ്ടോ, ഇത് നമ്മുടെ പ്ലെയിൻ സോഡയാണ്. നല്ല ഗ്യാസൊക്കെ ഉണ്ട്. പ്ലെയിൻ സോഡ. ഇപ്പോൾ സോഡ ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ പയ്യെ വേണം ഒഴിക്കാൻ. സോഡ ഒഴിക്കാനൊക്കെ പഠിക്കണം. അതെ, കണ്ടോ, ഇങ്ങനെ ഒഴിക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതെല്ലാം കൂടെ നമുക്ക് ചടപടേന്ന് മേലോട്ട് വരും. അതിൻ്റെ ആ ഒരു പതയെല്ലാം വെളിയിൽ പോവുകയും ചെയ്യും. അടിപൊളി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഭംഗിയാക്കണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ഇതൊക്കെ അങ്ങോട്ട് വെക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ അങ്ങോട്ട് വെക്കുക.
സംഭവം ഓക്കെ ആയില്ലേ? ഇനി നമുക്ക് നിന്ന് ഇളക്കണം. ആദ്യം തന്നെ ഇളക്കിയാലും ഉണ്ടായിരുന്നു അല്ലേ? ഇല്ല, ഇങ്ങനെയാണോ 5 സ്റ്റാർ? 5 സ്റ്റാർ 5 സ്റ്റാർ ആകുമ്പോ എല്ലാം 5 സ്റ്റാർ സ്പെഷ്യലാ. എന്തായാലും പറഞ്ഞു പോന്നി കേട്ടോ. അത് വന്നു. അപ്പൊ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെമന്റെ ടേസ്റ്റ് ഒന്ന് അറിയണം. ഞാൻ തന്നെ നോക്കാം. മോജിറ്റോ ഇരിഞ്ഞിറങ്ങുന്ന നല്ല സോഡാടെ. എനിക്കൊരു ഇച്ചിരി പുളി മധുരം കൂടി ഇട്ടാലും ടേസ്റ്റ് ആയിരുന്നു. അടിപൊളി കേട്ടോ. അയ്യോ കിടില. അപ്പൊ ഇതാണ് നമ്മുടെ വിർജിൻ മൊജിറ്റോ. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ? അതിൻ്റെ അകത്തിട്ട് ആ പോളോടെ ഇതില്ലേ, അതിന്റെ ആ ഒരു ടേസ്റ്റ് നല്ലതായിട്ട് ഹൈലൈറ്റ്. ഇപ്പൊ സംഭവം നല്ല കിടിലായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്തത് തണ്ണിമത്തന്റെ മൊജിറ്റോ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത തണ്ണിമത്തൻ മൊജിറ്റോ ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാരങ്ങ പീസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് പുതിന ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടത് നല്ല അടിപൊളിയായിട്ട് ചെറിയതായിട്ട് കുരു കളഞ്ഞിട്ട് അരിഞ്ഞു വെച്ച നമ്മുടെ തണ്ണിമത്തനാണ്. അപ്പം ഇത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക. തണ്ണിമത്തന്റെ സീസൺ ആയതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് മുഴുവൻ ഇടണ്ട, കുറച്ച് നമുക്കിത് അലങ്കരിക്കാൻ കൂടെ വേണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ നേരത്തെ പോളോ പൊടിച്ച പോളോ ഇല്ലെങ്കിൽ പെപ്പർമിന്റ് പൗഡറോ എന്ത് വേണമെങ്കിലും ഇടാം. അതിപ്പോൾ ഒരു 1/2 സ്പൂൺ പോളോയാണ്. പോളോ മേടിച്ച് നമ്മൾ മിക്സിയിലിട്ടൊന്ന് ചടപടാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പൊടിച്ചാൽ മതി. ഇനി നമുക്ക് മധുരത്തിന് നമ്മുടെ പഞ്ചസാര പൊടിച്ചാൽ അല്ലെങ്കിൽ ഇത് അലിക്കത്തില്ല. അപ്പം അത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പോളോടെ ഇത് ഇതിൻ്റെ അകത്ത് വീണിട്ടുണ്ട്. ഇനി നമുക്ക് മർദ്ദനം അടിപൊളിയായിട്ട് ഗ്ലാസ് പൊട്ടാതെ ഉണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ജ്യൂസ് ഇറങ്ങുന്ന രീതിയിൽ നമ്മൾ മർദ്ദിച്ച് അതിനെ അവശനാക്കണം. ജ്യൂസ് ഇറങ്ങുന്നുണ്ട്. പിന്നെ അല്ലാതെ ഇതൊക്കെ 5 സ്റ്റാർ ഹോട്ടലിൽ മാത്രമല്ല കിട്ടുന്നത്. അപ്പം നമ്മുടെ വീട് 5 സ്റ്റാർ ആക്കിയാൽ വേണ്ട. നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ അങ്ങോട്ട് റെഡിയാക്കുക. ഇത് മിക്സിയിലിട്ട് അടിക്കരുത്. ഇങ്ങനെ കുത്തി അല്ല അത് തന്നെ ഇങ്ങനെ അമക്കി പ്രസ് ചെയ്ത് അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതെല്ലാം മാറ്റി വെക്കുക. നമ്മുടെ ഐസ് അങ്ങോട്ട് എടുത്ത് അത് അങ്ങോട്ട് വന്നില്ലേ ഐസേ നല്ല ചൂടല്ലേ ഇപ്പം. ഐസൊക്കെ പെട്ടെന്ന് അടുത്ത് സംഭവം. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടപടയെ നമ്മൾ ചെയ്യാം. പക്ഷേ അതല്ല, ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് നമുക്ക് ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവനൊന്ന് മിക്സ് ചെയ്യണം. അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ 2-3 സാധനം ഇതിന്റെ മേളിലോട്ടൊക്കെ ഇങ്ങനെ കുറച്ച് മതിയെ. ഇനി നമുക്ക് നമ്മുടെ നാരങ്ങ നമ്മുടെ പിറ്റാത്തി അടിപൊളിയാണ്. ഇനി നമുക്ക് ഈ നമ്മൾ നേരത്തെ വെച്ച് മിച്ചം വെച്ചില്ലായിരുന്നോ, ആ സാധനം കൂടി ഇതിന്റെ പുറത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്ത് സാധനമാണെന്നുള്ളത്. എന്താ അടിപൊളി. ഇനി മിച്ചം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഇത് ഇങ്ങനെ അങ്ങോട്ട് പോയി. ഇനി നമുക്ക് നമ്മുടെ 5 സ്റ്റാർ സെറ്റപ്പ് കണ്ടോ, അടിപൊളിയായിട്ടല്ലേ. ഒരു 2 ഇലയും കൂടെ വെച്ചിരുന്നു, നേരത്തെ താന്നു പോയി. അടിപൊളിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ തണ്ണിമത്തൻ മൊജിറ്റോ. അപ്പോൾ ഇത് നമുക്കൊന്ന് കുടിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ മൊജിറ്റോയുടെ രുചി എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുടിക്കൂ.
ആ മേളിലിട്ട തണ്ണിമത്തൻ കഴിക്കാനും കിട്ടുന്നുണ്ട്, കുടിക്കാനും കിട്ടുന്നുണ്ട്. കിടക്കാച്ച സാധനം. ഈ മുമ്പത്തേക്കാളും നല്ല ഇതല്ലേ, ഓരോ ടേസ്റ്റും വ്യത്യസ്തമാണ്. കിട്ടിലും ടേസ്റ്റ് ആണ് കേട്ടോ. എന്താ ആ തണ്ണിമത്തൻ്റെ ആ ഒരു കളർ വേരിയേഷൻ ഒക്കെ ഉണ്ടോ, അടിപൊളി. കാണാനും നല്ല ഭംഗി. അതെ, അടിപൊളി. അല്ല കിട്ടില്ല, അടിപൊളി മാറ്റാൻ തരുവായി. നല്ല കിടിലം ടേസ്റ്റാണ് സാധനം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സംഭവം റെഡിയാക്കാം, അതായത് നമ്മുടെ ബുർജിൻ. അപ്പം സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ്. നമ്മളിത് കട്ട് ചെയ്ത് വെച്ച് നാരങ്ങ ഇട്ട് കൊടുക്കുക. ഇതിന് നമുക്ക് സ്വല്പം പുതിന കൂടുതൽ വേണം. ഒരു 15-20 പീസ് പുതിനയെങ്കിലും ഉണ്ടെങ്കിൽ സംഭവം അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് നമ്മുടെ പെപ്പർമിൻറ്റ് അല്ലെങ്കിൽ പോളോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പഞ്ചസാരയുടെ ആവശ്യമില്ല. ഇതിൽ നമ്മൾ ഇടുന്നത് വെച്ചാൽ നമ്മുടെ കറുത്ത ഉപ്പ്, അതായത് ബ്ലാക്ക് സോൾട്ട്, അത് നമുക്ക് ഒരു നുള്ളു. ഇനി നമുക്ക് നമ്മുടെ സെയിം പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇടിച്ച് അങ്ങോട്ട് റെഡിയാക്കുക. അടിപൊളി. നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. അന്നേരം അതിൻ്റെ ആ നീര്, നാരങ്ങാ നീരാണ് ഇതിൻ്റെ അകത്തെ. അപ്പോൾ ആ തോട് കളയാത്തുള്ള ആ നാരങ്ങയുടെ നീരിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നല്ല കിടിലൻ ടേസ്റ്റാണ് സംഭവം. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് സംഭവം. നമ്മുടെ നീരൊക്കെ ഇറങ്ങി. പിന്നെ നമുക്ക് ഐസ് ഇട്ട് കൊടുക്കാം. ഐസ് അലുത്ത് വന്നുകൊണ്ട് ഇടയ്ക്ക് വന്നുകൊണ്ട് ഫ്രിഡ്ജ് വെച്ചായിരുന്നു. അപ്പോൾ അത് നമ്മൾ പൊട്ടിച്ചിടുക. ഐസ് ഇച്ചിരി കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ ഒരു അതെ, അടിപൊളി. വെള്ളം തെറിച്ചു പോയി. ഐസ് എത്ര മതി. അപ്പം ഇനി നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ പോലെ നമുക്കൊരു അരമുറി നാരങ്ങയും കൂടെ അങ്ങോട്ട് നമുക്ക് കുരുവില്ലാതെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അടിപൊളി. നീര് കുറവാണ്. നമ്മളൊരു നാരങ്ങ, ചെറിയ നാരങ്ങയും കൂടെ, അപ്പം അത് ഒഴിച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോണം, ഇതിൽ നമുക്ക് പഞ്ചസാര ഇടണ്ട. കാരണം നമ്മൾ ചേർക്കുന്ന സാധനം വേറെ. സ്പ്രൈറ്റോ സെവനപ്പോ ഇപ്പൊ നമുക്ക് ഇന്നലെ സെവനപ്പാണ് കിട്ടിയത്. സ്പ്രൈറ്റ് ആണെങ്കിലും കൊള്ളാം, നല്ലതായിരിക്കും. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഒഴിച്ച പോലെ തന്നെ വളരെ പതുക്കെ ഒഴിക്കണം, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ പൊന്തിങ്ങി വരും. അതിനകത്ത് നാരങ്ങയൊക്കെ പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കണം. നേരത്തെ ഇളക്കിയതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കിയിടുക. അപ്പോഴേ നമ്മുടെ ആ നാരങ്ങയുടെ ഒക്കെ ഫ്ലേവറൊക്കെ അങ്ങ് നേരേക്ക് വരത്തുള്ളൂ. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ നമ്മുടെ പുതിന, അതിനുശേഷം നമുക്ക് ചെറിയൊരു പീസ് നാരങ്ങ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയായി. ഇനി നമുക്കിത് കുടിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുടിച്ചു നോക്കാം. ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വെർജിൻ മൊയ്റ്റോ കുടിക്കും. അതിന്റെ ഡെക്കറേഷൻ കിടില, പറയാൻ പറ്റില്ല. നല്ല സൂപ്പർ സാധനമായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ സെവനപ്പ് അല്ലെങ്കിൽ സ്പ്രൈറ്റ്. അപ്പം പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇതിനകത്ത് ഓൾറെഡി മധുരമുള്ളതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് പഞ്ചസാര ചേർത്തിട്ടില്ല. നമ്മുടെ മിൻറ്റ് പൗഡർ മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് നമ്മൾ 3 സാധനം ചെയ്തൊന്ന് തണ്ണിമത്തൻ, പിന്നെ നമ്മുടെ വെർജിൻ സോഡ ഒഴിച്ചിട്ടുള്ളത്, പിന്നെ നമ്മുടെ സ്പ്രൈറ്റ് ഒഴിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന്
ഇത് മൂന്നും ഉണ്ടാക്കി നോക്കിട്ട് ടേസ്റ്റ് വ്യത്യാസം ഒരേ സമയത്ത് മൂന്നും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അപ്പൊ അതിന്റെ ടേസ്റ്റിന്റെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. 5 സ്റ്റാർ ഹോട്ടലിലെ സാധനമാണ്. അതുകൊണ്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി ചെയ്തു. അപ്പൊ നമുക്ക് വേറെ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ നമ്മളെപ്പോഴും പറയുന്നത് നമ്മുടെ മറ്റേ സബ്സ്ക്രൈബും മറ്റേ ലൈക്കും അതും ഇതൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കി നിർത്തിക്കൂ. അപ്പൊ നമുക്ക് നാളെ കാണാം. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.